ഇടതു സഹയാത്രികൻ റജി ലൂക്കോസിനി ദേശീയതയ്ക്കൊപ്പം CPM മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് റജി ലൂക്കോസ് BJPയിൽ ചേർന്നു. റജി ലൂക്കോസിനെ ഷോൾ അണിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇനി BJPയുടെ ശബ്ദമായി പ്രവർത്തിക്കുമെന്ന് റജി ലൂക്കോസ് പ്രതികരിച്ചു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരും. ശാലിനി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടതിൻ്റെ ശബ്ദമായി ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന ഒരാൾ ഇന്ന് BJPയിൽ ചേർന്നിരിക്കുന്നു. മാറ്റം വളരെ പ്രധാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം മാറാത്തത് ഇനി മാറും. അതിൻ്റെ മറ്റൊരു കാഴ്ചയായി റജി ലൂക്കോസിൻ്റെ മാറ്റത്തെ കാണണ്ടേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. മാറാത്തത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം കേരളത്തിൽ. അതേപോലെ തന്നെയാണ് മാറാത്തത് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു BJPയിലേക്കുള്ള പുതിയ മെമ്പർഷിപ്പ് സ്വീകരിച്ച ആ ചടങ്ങിനെ വിശദീകരിക്കാൻ കഴിയുക. അതായത് കഴിഞ്ഞ 35 വർഷമായി ഇടതിൻ്റെ ശബ്ദമായി, ഇടത് സഹയാത്രികരായി സംവാദന രംഗത്തടക്കം, പ്രത്യേകിച്ച് മാധ്യമ രംഗത്ത്, മാധ്യമ മേഖലയിൽ ചർച്ചകളിലൊക്കെ തിളങ്ങി നിന്ന് ഇടതുപക്ഷത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ശരികളെ മാത്രം വർണ്ണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താങ്ങി നിർത്തിയ ഒരു നെടുന്തൂണായി പ്രവർത്തിച്ച ഒരു വ്യക്തി, ഒരു സംവാദകൻ, അദ്ദേഹം ഇന്നു മുതൽ ദേശീയതയ്ക്കൊപ്പമാണ്, BJPക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 35 വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പ് അത് അവസാനിപ്പിച്ചുകൊണ്ടാണ് BJPക്കൊപ്പം, ദേശീയതയ്ക്കൊപ്പം താൻ ചേരുന്നത് എന്നുള്ളതാണ് റജി ലൂക്കോസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇനി വേണ്ടത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വേണ്ടത് ഒരു രാഷ്ട്രീയ യുദ്ധമല്ല, പകരം വികസനം മാത്രമാണ്. വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളാണ് ഉയർന്നു വരേണ്ടത്. ആ ശബ്ദം BJPക്ക് മാത്രമാണ്, NDAക്ക് മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഇടത് വലത് മുന്നണികൾ വെറും ഒരു പ്രഹസനം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയതയ്ക്കൊപ്പം, BJPക്കൊപ്പം താൻ ചേരുന്നത് എന്നുള്ളതാണ്. ഇത്രയും വർഷം മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കൊപ്പം ചേരുന്നത് താൻ സ്വപ്നം കണ്ടിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് BJPക്കൊപ്പം ചേരാനുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ നേതൃത്വം, ദേശീയ നേതൃത്വം അടക്കം രാജ്യവ്യാപകമായി കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ, ആ പദ്ധതികളിൽ ആകൃഷ്ടനായി തന്നെയാണ് താൻ ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം കൈ പിടിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. അത് പ്രധാനമായും കേരളം ഒരു യുവത്വമില്ലാത്ത നാടായി മാറിയിരിക്കുകയാണ്. കാരണം വയോധികരും വൃദ്ധരുമായിട്ടുള്ള ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. പകരം യുവത്വം ഇവിടെ നിന്ന് നാട് വിടുകയാണ്. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ അടക്കമില്ലാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നാട് വിടൽ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അതിനടക്കം ഒരു മാറ്റം വരണം. അതിനായി BJPയുടെ ആശയത്തോടൊപ്പം, വികസന ആശയത്തോടൊപ്പം താൻ ചേരുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അത് മാധ്യമങ്ങൾക്ക് മുൻപിലാണെങ്കിലും പിൻപിലാണെങ്കിലും ഒക്കെ BJPയുടെ ശബ്ദമായി താൻ പ്രവർത്തിക്കുമെന്നുള്ളതും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, BJPയുടെ വളർച്ച അത് കേരളത്തിൽ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും BJPയിലേക്ക് ഒരുപാട് പേരുടെ ഒഴുക്കുണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി റജി ലൂക്കോസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് റജി ലൂക്കോസിനെ കഴിഞ്ഞ 35 വർഷത്തെ ഇടത് പക്ഷത്തെ ജീവിതം അവസാനിപ്പിച്ച് ഇടത് സഹയാത്രികരായിരുന്ന അദ്ദേഹത്തെ ദേശീയതയിലേക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും മാറാത്തത് മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഒഴുക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. അത് മാത്രമല്ല, ശബരിമല വിഷയത്തിൽ ജനം TVയോട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ശബരിമല വിഷയത്തിൽ CPMന്, ഇടതുപക്ഷത്തിന് തെറ്റുപറ്റി, അത് തിരുത്തണം, കുറ്റക്കാർ നടപടി നേരിടേണ്ടതായി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൃഷ്ണരാജ്. ശാലിനി, മറ്റൊന്നും കൂടി, ഈ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി രാജീവ് ചന്ദ്രശേഖർ ഇതേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, ഈ ഒരു ചുമതല നൽകി, അല്ലെങ്കിൽ ആ ഒരു ഷോൾ അണിയിച്ച് റജി ലൂക്കോസിനെ സ്വീകരിച്ചതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വരുന്ന 11-ാം തീയതി BJPയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് അമിത്ഷാ അടക്കം എത്തുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട, BJP ഏത് തരത്തിലാണ് ഒരുക്കങ്ങൾ നടത്താൻ പോകുന്നത്, അതിൻ്റെ മാനിഫെസ്റ്റോ അടക്കമുള്ള കാര്യങ്ങൾ BJPയുടെ മുതിർന്ന നേതാവും ആയ കേന്ദ്ര മന്ത്രി അമിത്ഷാ ഇവിടെ എത്തി അറിയിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വികസിത കേരളം മാത്രമായിരിക്കും BJPയുടെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ
വിജയം BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് മാത്രമല്ല, ഇടത് വലത് മുന്നണികളുടെ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സമയം തങ്ങൾ വിനിയോഗിക്കും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, വികസനത്തോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണത്തിന് കൂടി BJP സംസ്ഥാന നേതൃത്വം പ്രാധാന്യം നൽകുകയാണ്. BJPയെ തോൽപ്പിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ അത് ഞെട്ടിക്കുന്നതാണ്. മതേതരത്വം പറയുന്ന ഇടത് വലത് മുന്നണി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നത് ജനം അറിയണം. കാരണം മതേതരത്വം പറഞ്ഞ് വോട്ട് തേടി വീടുകളിലേക്ക് എത്തുന്ന ഇടതു സഹയാത്രികൻ റജി ലൂക്കോസ് ഇനി BJPയിൽ ഷോൾ അണിയിച്ച് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചു. മാറ്റത്തിന്റെ മറ്റൊരു തെളിവായി മാറുകയാണ് റജി ലൂക്കോസിന്റെ BJP പ്രവേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.